KR Opticals 1008 ജംഗ്ഷൻ അരൂക്കുറ്റി വടുതല. ബ്രാഞ്ചസ് സ്പെക്സ് വേൾഡ് ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ കരിവേലിപ്പടി. KR Opticals നിയർ പോസ്റ്റ് ഓഫീസ് പള്ളുരുത്തി. KR Opticals കമ്പർഷൻ മുക്ക് കുമ്പളങ്ങി. കാലടിയിൽ സ്കൂട്ടർ യാത്രികനെ കുത്തിവീഴ്ത്തി 22 ലക്ഷം കവർന്ന കേസിൽ 9 പേർ പിടിയിൽ. കാലടിയിൽ സ്കൂട്ടർ യാത്രികനെ കുത്തിവീഴ്ത്തി 22 ലക്ഷം കവർന്ന കേസിൽ 9 പേർ പിടിയിലായി. കൊടുങ്ങല്ലൂർ കോതപറമ്പ് കുറുപ്പശ്ശേരി വീട്ടിൽ വിഷ്ണുപ്രസാദ് 31, പെരിഞ്ഞനം 3 പിടിക പുഴങ്കര ഇല്ലത്ത് വീട്ടിൽ അനീസ് 22, വരന്തരപ്പിള്ളി തുണിക്കട വീട്ടിൽ അനിൽകുമാർ 26, 3 പിടിക പുഴങ്കര ഇല്ലത്ത് അൻസാർ 49, പെരിഞ്ഞനം പണിക്കശ്ശേരി വീട്ടിൽ സഞ്ജു 26, ലോകമലേശ്വരം പുന്നക്കൽ വീട്ടിൽ ഷെമു 26, 18 വയസ്സുകാരായ പെരിഞ്ഞനം സ്വദേശി നെവിൻ, കണിവളവ് സ്വദേശി അഭിഷേക്, 3 പിടിക സ്വദേശികളായ സൽമാൻ ഫാരിസ്, ഫിറോസ് എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഡിസംബർ 27 വൈകിട്ട് 5:15 കാലടിയിലുള്ള VKD പച്ചക്കറി കടയുടെ പ്രധാന ഓഫീസിൽ നിന്നും കളക്ഷൻ തുകയുമായി സ്കൂട്ടറിൽ പോയ ക്യാഷർ ഡേവിസിനെ മോട്ടോർ സൈക്കിളിൽ വന്ന വിഷ്ണുപ്രസാദ്, അനീസ് എന്നിവർ ബൈക്ക് വട്ടം വെച്ച് സ്കൂട്ടർ മറിച്ചിടുകയായിരുന്നു. താഴെ വീണ ഡേവിസിന്റെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ച് ഡേവിസിന്റെ വലതു പള്ളഭാഗത്ത് കത്തി കൊണ്ട് കുത്തി സ്കൂട്ടറിന്റെ സീറ്റിനടിയിലെ ബോക്സിലുണ്ടായിരുന്ന പണം കവർച്ച ചെയ്ത് കടന്നുകളയായിരുന്നു. തുടർന്ന് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. പ്രതികൾ സഞ്ചരിച്ച യമഹ R15 ബൈക്ക് കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. 100 കണക്കിന് ബൈക്കുകളുടെ വിവരം ശേഖരിച്ചു. VKD കമ്പനിയിൽ ജോലി ചെയ്തവരെയും ഇതിനു മുമ്പ് ജോലിയിൽ നിന്ന് വിട്ടുപോയവരുടെയും ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് അന്വേഷണം നടത്തി. 100ലേറെ CCTVകൾ പരിശോധിച്ചു. മുഖത്തടിച്ച പെപ്പർ സ്പ്രേയുടെ ഉറവിടവും കണ്ടെത്തി. തുടർന്ന് നടന്ന ശാസ്ത്രീയ പരിശോധനയിലാണ് പ്രതികളിലേക്ക് എത്തിയത്. ആസൂത്രണം ജയിലിൽ വെച്ചായിരുന്നു. കേസിലെ 3ാം പ്രതി അനിൽകുമാർ VKD കമ്പനിയിലെ ഡ്രൈവറായിരുന്നു. ഇയാളെ ഫെബ്രുവരിയിൽ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുട സബ് ജയിലിൽ പാർപ്പിച്ചിരുന്നു. ഈ സമയം 1ാം പ്രതി വിഷ്ണു, 2ാം പ്രതി അനീസ്, 4ാം പ്രതി സഞ്ജു തുടങ്ങിയവർ വിവിധ കേസുകളിൽ ഉൾപ്പെട്ട് ജയിലിലുണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് ഈ കേസിന്റെ ഗൂഢാലോചന നടക്കുന്നത്. VKD കമ്പനിയിലെ ക്യാഷർ പണവുമായി പോകുന്ന വിവരം മറ്റ് പ്രതികളുമായി അനിൽകുമാർ പങ്കുവയ്ക്കുകയും ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഈ പണം കൊള്ള നടത്താമെന്ന് പദ്ധതി ഇടുകയുമായിരുന്നു. 50 ലക്ഷം രൂപ ഉണ്ടാകുമെന്നാണ് അനിൽകുമാർ മറ്റു പ്രതികളോട് പറഞ്ഞത്. തുടർന്ന് ജയിലിൽ നിന്നിറങ്ങിയ അനിൽകുമാർ വീണ്ടും കമ്പനിയിൽ ജോലിക്ക് കയറുകയും എന്തോ കാരണമുണ്ടാക്കി ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുകയുമായിരുന്നു. തുടർന്ന് 3 മാസം മുമ്പ് മുതൽ 4 പ്രതികളും പല സ്ഥലങ്ങളിലും കണ്ടുമുട്ടുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്തു. ക്യാഷർ ഡേവിസ് പോകുന്ന വഴികളിലൂടെ സഞ്ചരിച്ച് ഇയാളുടെ വണ്ടി നമ്പറും വണ്ടിയെയും ആളെയും സ്കെച്ച് ചെയ്തും പോലീസ് പിടികൂടാതെ രക്ഷപ്പെട്ടു പോകാൻ എളുപ്പമുള്ള വഴികൾ കാറിലും ബൈക്കിലുമായി വന്ന് കണ്ടെത്തുകയും ചെയ്തു. കവർച്ച ചെയ്ത ശേഷം പങ്കുവച്ചതിനു ശേഷം വിഷ്ണു, അനീസും 2 വഴികളിലായി രക്ഷപ്പെട്ടിരുന്നു. വിഷ്ണു ഇവിടെ നിന്ന് രക്ഷപ്പെട്ടതിനു ശേഷം മൈസൂർ, ഗോവ, ഡൽഹി, ഹരിദ്വാർ, വാരാണസി എന്നിവിടങ്ങളിൽ കഴിഞ്ഞതിനു ശേഷം പഴനിയിൽ വന്ന് ഒളിവിൽ താമസിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പഴനിയിൽ നിന്നാണ് അന്വേഷണ സംഘം ഇയാളെ പിടികൂടിയത്. 2ാം പ്രതി അനീസിനെ വയനാട്ടിലെ ഒളിസംഘത്തിൽ നിന്നുമാണ് പിടികൂടിയത്. അപകടകാരികളെ പ്രതികളെ സാഹസികമായാണ് അന്വേഷണ സംഘം കീഴടക്കിയത്. അനീസിനെ ഒളിവിൽ പോകാൻ സഹായിച്ച ഇയാളുടെ സുഹൃത്തുക്കളായ സൽമാൻ, അഭിഷേക്, നെവിൻ എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികൾ സഞ്ചരിച്ച ബൈക്ക് കൊടുങ്ങല്ലൂർ സ്വദേശിയിൽ നിന്നും വാടകയ്ക്ക് വാങ്ങിയതായിരുന്നു. ഇത് വാങ്ങി അനീസിന് കൊടുത്ത ഫിറോസിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. അനീസിന് ലഭിച്ച പണം അനീസിന്റെ പിതാവായ അൻസാരി ഏൽപ്പിക്കുകയും അൻസാരി അനീസിനെ രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്തിരുന്നു. ഇയാളെയും പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കൂടാതെ പണം കൊടുങ്ങല്ലൂർ സ്വദേശിനിയായ ഷെമു എന്ന സ്ത്രീക്ക് കൈമാറിയിരുന്നു. ഈ പണം ഇവർ പോലീസിന് കൈമാറാൻ വിസമ്മതിച്ചതിന് ഇവരെയും അറസ്റ്റ് ചെയ്തിരുന്നു. 1ാം പ്രതി ബോംബ് വിഷ്ണു മതിലകം പോലീസ് സ്റ്റേഷൻ റൌഡി ഹിസ്റ്ററി ഷീറ്റിൽ ഉൾപ്പെട്ട ആളാണെന്ന് പോലീസ് പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ ASP ശക്തി സിംഗ് ആര്യ, ആലുവ DYSP TR രാജേഷ്, കൊടുങ്ങല്ലൂർ DYSP VK രാജു, ഇൻസ്പെക്ടർ അനിൽകുമാർ D മേപ്പിള്ളി, സബ് ഇൻസ്പെക്ടർമാരായ ജോസി M ജോൺസൺ, TV സുധീർ, ജെയിംസ് മാത്യു, VS ഷിജു, റെജിമോൻ OA ഉണ്ണി, ആഷിഖ് മുഹമ്മദ്, അഭിജിത്ത്, ASIമാരായ P അബ്ദുൽ മനാഫ്, MS രാജി, CD സെബാസ്റ്റ്യൻ, നെയ്ജോ, സീനിയർ CPOമാരായ T അഫ്സൽ, വർഗീസ് T വേനാട്ട്, ഷിജോ പോൾ, മനോജ് കുമാർ, ബെന്നി ഐസക്, ഷിബു അയ്യപ്പൻ, PA ഷംസു, MR രഞ്ജിത്ത്, KR രാഹുൽ, രതീഷ്, സുഭാഷ്, PM റിതേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, കാലടി.